ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. കടലമാവ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇഫ്താർ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല വിഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഞാനിവിടെ ഇതുണ്ടാക്കാനായിട്ട് 3/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ പോകാൻ കേട്ടോ. നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററായിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇത്രയും ലൂസായിട്ടുള്ള ഒരു ബാറ്ററായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. കാരണം നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതേപോലെ തവി നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് ഇവിടെ വറ്റിച്ചെടുക്കുകയാണ്. കാരണം നമ്മുടെ കടലമാവ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നത്. കാരണം നമ്മുടെ കടലമാവ് വെന്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കടലമാവ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കടലമാവ് ഒന്ന് ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നോളൂ. തവിയിൽ നിന്ന് ഇതേപോലെ ഒന്ന് വിട്ട് വരണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ വലിയ തവി യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് വിട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പാകാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ കടലമാവിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് ഉടച്ചെടുത്തതാണ്. ഇനി നമുക്കതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ചധികം മല്ലിയില എടുത്തിട്ടുണ്ട്. ഈ മല്ലിയില കുറച്ചധികം ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. ഞാനിതെല്ലാം കൂടി ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ ആ പാത്രം എടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്, താഴെ ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കൂട്ട് ഇതേപോലെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ അല്പം ഓയിലാക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങളുടെ ഈ കൂട്ട് ഒത്തിരി ലൂസായിട്ട് നിങ്ങൾക്ക് പ്രസ് ചെയ്യാൻ ഒന്നും പറ്റുന്നില്ലെങ്കിൽ അതിലേക്ക് അല്പം റസ്ക് പൊടിയോ അല്ലെങ്കിൽ 1-2 സ്ലൈസ് ബ്രെഡോ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ തിക്കായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ചൊരു തിക്കിൽ വേണം, എങ്കിലേ നമുക്കിത് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലൂസൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് റസ്ക് പൊടിയോ ബ്രെഡ് പൊടിച്ചതോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ആ പ്ലേറ്റിലേക്ക് കറക്റ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്രിഡ്ജിയുടെ ഫ്രീസറിൽ ഒരു 25 മിനിറ്റ് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നോമ്പ് തുറക്കുന്ന ടൈമായി. അപ്പോൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത്. അപ്പോൾ നിങ്ങളൊരു 25 മിനിറ്റൊക്കെ ഒന്ന് ഫ്രീസറിൽ കയറ്റി വെക്കാം കേട്ടോ. എങ്കിലേ അത് കുറച്ചും കൂടി നന്നായിട്ട് ഉറച്ച് വരുള്ളൂ. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് വെച്ചതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊക്കെ ഉറക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് നല്ല ഷേപ്പായിട്ടൊക്കെ കിട്ടിക്കോളും. അപ്പോൾ ഇതേപോലെ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവും ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ അങ്ങനത്തെ 9 പീസാണ് കേട്ടോ ഇവിടെ ഷേപ്പാക്കിയിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ചിട്ട് അത്യാവശ്യത്തിന് വേണ്ട ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീനച്ചട്ടിയിൽ ചെയ്തെടുത്താലും മതി.
ഓയിൽ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ ഓരോ പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം വലിയ പീസായിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം വീഡിയോയിലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കാണാനൊക്കെയുള്ള ഭംഗിക്കാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ചെറിയ പീസാക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി വീതി കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചും കൂടിയൊക്കെ വീതി കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. ഉള്ളിൽ നല്ലോണം വെന്തിട്ടും ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി വീതി കുറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും. അതേപോലെ രണ്ട് സൈഡ് നന്നായിട്ട് തന്നെ മറിച്ചിട്ട് കളിക്കുക, എങ്കിലേ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ടും കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. അതേപോലെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ടൊമാറ്റോ സോസിൽ മുക്കി കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.